നിങ്ങൾ ആരെങ്കിലും കൈസൻ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് കേട്ടിട്ടുണ്ടോ? കുറച്ച് നാൾ മുന്നേ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ അത്യാവശ്യം വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കൈസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാപ്പനീസ് ഒരു വേർഡാണ്. അപ്പോൾ അതിൽ കൈ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ചേഞ്ചസ് എന്ന് പറയുന്ന മീനിങ്ങും, അതായത് മാറ്റങ്ങൾ വരുത്തണം. പിന്നെ അതുപോലെ തന്നെ സെൻ എന്ന് പറയുന്നത് ഒരു ബെറ്റർ അല്ലെങ്കിൽ ഒരു ഗുഡ് എന്നൊക്കെ പറയുന്ന ഒരു, അതാണ് അതിൻ്റെ ഒരു മീനിങ് പറയുന്നത്. അപ്പൊ കൈസൻ എന്ന് പറയുന്നത് ചേഞ്ച് ഫോർ ബെറ്റർ അല്ലെങ്കിൽ ചേഞ്ചസ് ഫോർ എ ഗുഡ് എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈഫിൽ ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതാണ് ആ ഒരു കൈസൻ എന്ന് പറയുന്നതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കൈസൻ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എത്രത്തോളം അത് എന്നെ ഹെൽപ്ഫുൾ ആക്കിയിട്ടുണ്ട്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ കൈസൻ ലാസ്റ്റ് ഇയർ തൊട്ടിട്ട് ഞാൻ കേട്ട് വരുന്ന ഒരു ടേമാണ്. അപ്പൊ ഈ കൈസൻ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ടേമിനെ കുറിച്ച് ഞാൻ പഠിക്കുന്നതൊക്കെ ലാസ്റ്റ് ഇയർ ആണ്. അപ്പൊ അത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്താണ്. അപ്പൊ ഈ 30 ഡേ ചാലഞ്ചിലാണ് ഞാൻ എൻ്റെ ഒരുപാട് പുതിയ ഹാബിറ്റ്സുകൾ, അതായത് എൻ്റെ സ്ലീപ്പ് റുട്ടീന്, പിന്നെ അതുപോലെ തന്നെ ജേർണലിങ്. ഒരു കൈസൻ എന്ന് പറയുന്നത് ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു പുതിയ ഹാബിറ്റ്സ് കൊണ്ടുവന്നിട്ട് അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മുടെ ലൈഫിൽ കണ്ടിന്യൂസ് ആയി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കൈസൻ നമ്മളുടെ ലൈഫിൽ എങ്ങനെ കൊണ്ടുവരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു ഇയർലി ഗോൾ അല്ലെങ്കിൽ ഒരു വലിയൊരു ടാസ്ക് നമ്മൾ ചെയ്യാൻ പോകുന്നു വിചാരിക്കുക. അപ്പൊ ആ സമയത്ത് ഈ ടാസ്കിനെ അല്ലെങ്കിൽ ഈ ഗോളിനെ നമ്മൾ എങ്ങനെ ഇതിലേക്ക് അച്ചീവ് ചെയ്യണം നമുക്ക് ഒരു എന്താ പറയാ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ആ ഒരു പ്രോസസ്സിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ബുക്ക് വായിക്കണം, ഒരു ഷോർട്ട് ടേം ഗോൾ എന്നുള്ള രീതിയിൽ ഒരു നെക്സ്റ്റ് 3 മന്ത്സിനുള്ളിൽ നമുക്കൊരു 2 ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ ബുക്കിൽ ഒരു 100 പേജ് അല്ലെങ്കിൽ 200 പേജുള്ള ഒരു ബുക്കാണെങ്കിൽ ഈ ഒരു 200 പേജ് വായിക്കണം നമ്മളുടെ മൈൻഡിൽ എടുക്കുമ്പോൾ അത് നമുക്ക് വലിയൊരു ടാസ്ക് ആയിട്ട് തോന്നും. അപ്പൊ അതിനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് ഇപ്പൊ അല്ലെങ്കിൽ ഒരു വീക്കിലി അല്ലെങ്കിൽ ഒരു ഡെയിലി ഇത്ര പേജ് എന്നുള്ള രീതിയിലാക്കി ചെറുതായി കട്ട് ചെയ്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് അത് അല്ലെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ ആ ടാസ്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിലെ മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കൈസന്റെ സ്റ്റെപ്സ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക. ഇപ്പൊ ഞാൻ എൻ്റെ നെക്സ്റ്റ് ഒരു 30 ഡേയ്സിനുള്ള ഒരു ചാലഞ്ച് പോലെ ഞാൻ വീണ്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് പുതിയ കുറച്ച് ഹാബിറ്റ്സ് കൊണ്ടുവരണം, എനിക്ക് കുറച്ച് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം. അപ്പൊ ഇന്നാണ് ഫസ്റ്റ് ഡേ ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ അതിന്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ പ്ലാൻ ചെയ്യണം പ്രോപ്പറായിട്ട് എന്തൊക്കെയാണ് എനിക്ക് പുതുതായിട്ട് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ പുതിയതായിട്ട് വരേണ്ട ഹാബിറ്റ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഹാബിറ്റ്സിൽ എന്തൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണെങ്കിൽ അത് മാറ്റണം. അപ്പോ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആക്ഷൻ പ്ലാൻ സെറ്റ് ചെയ്യുക. അതായത് ഇതിലേക്ക് എങ്ങനെ, അല്ലെങ്കിൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു 30 ഡേയ്സിൽ ഇപ്പൊ എനിക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ ആ ഒരു മന്ത് കഴിയുമ്പോൾ എനിക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, അതിന്റെ ഒരു പ്രോപ്പർ കാര്യങ്ങൾ നമ്മൾ നോക്കി അതിനുള്ള ആക്ഷൻസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക, ഒരു ആക്ഷൻ പ്ലാൻ എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ ആക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ഞാൻ ലാസ്റ്റ് ടൈം ഞാൻ ചെയ്തപ്പോൾ എൻ്റെ ഒരു വൈറ്റ് ബോർഡ് ഉണ്ട്. ആ വൈറ്റ് ബോർഡിൽ പ്രോപ്പറായിട്ട് ഞാൻ കാര്യങ്ങൾ എഴുതി വെച്ച് ഓരോ ദിവസം ഒരു വീക്ക് ആക്കിയിട്ട് അതിൽ ഞാൻ വരച്ച് എല്ലാ കാര്യങ്ങളും ടേബിൾ ഒരു രീതിയിലാക്കിയിട്ട് ഓരോ ദിവസത്തിലും ഞാൻ ടിക്ക് ചെയ്ത് പോകും. ചെയ്യാത്തതാണെങ്കിൽ അവിടെ ക്രോസ് ഇട്ടിട്ട് അങ്ങനെ അത് നമുക്ക് രാവിലെ തന്നെ, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ബോർഡ് കാണുമ്പോൾ നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു എന്താ പറയാ അതൊരു ചലഞ്ചായിട്ട് തന്നെ നമ്മളെ ലൈഫിൽ ഫീൽ ചെയ്യും. അപ്പോൾ ഓരോ ഡേയ്സിലും അത് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടാവും. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു സെക്കൻഡ് സ്റ്റേജ് എന്നുള്ളത് ഈ ആക്ഷൻ ആണ്. അപ്പൊ ആക്ഷൻ ഞാൻ എപ്പോഴും ആ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് നമ്മളത് ചെയ്യാൻ വേണം. പിന്നെ ഒരു തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ചെക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു വീക്കിലി അല്ലെങ്കിൽ ഒരു 2 വീക്സിൽ നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിലിരുന്ന് നോക്കണം നമുക്ക് എവിടേക്കാണ് നമ്മൾ ഇപ്പോൾ ഒരു 5 അല്ലെങ്കിൽ ഒരു 10-20 ടാസ്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ ടാസ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ജേർണലിംഗ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഒക്കെ ജേർണലിംഗ് പ്രോപ്പറായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നീട് പല സമയത്തും ഞാൻ ചെയ്യാണ്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു 2 വീക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു ഏതെങ്കിലും ഒരു ഗോളാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാസ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഗോളിൽ ജേർണലിംഗ് ഉണ്ടെങ്കിൽ ആ ജേർണലിംഗ് നമ്മൾ നോക്കിയപ്പോൾ ഏതെങ്കിലും ഇപ്പൊ ഒരു വീക്കിൽ ഒരു 4 ദിവസം ചെയ്തു, അല്ലെങ്കിൽ ഒരു 3 ദിവസം ചെയ്തു, ബാക്കി ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു 2 വീക്സ് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് ചെക്ക് ചെയ്യുക എവിടേക്കാണ് നമുക്ക് ഒരു മിസ്സിങ് വരുന്നത്.
അപ്പൊ അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ അതാണ് ആ ഒരു ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നമ്മൾ നോക്കേണ്ടത്. പിന്നെ വരുന്നത് അപ്രീസിയേഷൻ. ഇപ്പൊ നമ്മൾ ഈ ഒരു ടാസ്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു ഒരു മന്തിന്റെ അല്ലെങ്കിൽ ഒരു 2 months അല്ലെങ്കിൽ 75 ഹാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പൊ അതിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു 30 ഡേ ചലഞ്ചാണ്. അപ്പൊ അതിൽ ഈ ഒരു 30 ഡേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരും, അത് ഷുവറാണ്. ഇപ്പൊ എന്തെങ്കിലും നമ്മളൊരു ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു പുതിയ ഹാബിറ്റ്സ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ വെള്ളം കുടിക്കും, ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 ആൽമണ്ട്സ് കഴിക്കും. ഇതിപ്പോ എനിക്കൊരു ഹാബിറ്റാണ്. ഞാൻ എന്നും രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുക അതാണ്. ലൈക്ക് പല്ലൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് അതായിരിക്കും. അപ്പോൾ അതൊരു ഹാബിറ്റായിട്ട് കൊണ്ടുവന്നതാണ്. ഇതൊന്നും ആദ്യം ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ എനിക്കപ്പോൾ തന്നെ ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ആൽമണ്ട്സ് ഞാൻ കഴിച്ചിട്ടില്ല. അതൊക്കെ അതിനെക്കുറിച്ചിട്ട് പഠിച്ചപ്പോഴും അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞപ്പോഴും. ഇപ്പോൾ ആൽമണ്ട്സ് എന്നൊക്കെ പറയുന്നത് തൈറോസിൻ കൂടിയിട്ടുള്ള ഫുഡാണ്. അതൊക്കെ രാവിലെ കഴിക്കുന്നത് നമ്മളുടെ ബോഡിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാറ്റാണ്. അപ്പോൾ അത് നല്ല ഒരു ഹാബിറ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പോഴും ഞാൻ ആ ഹാബിറ്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. എന്നും രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ആദ്യം വെള്ളം കുടിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു 5 ആൽമണ്ട്സ് കഴിച്ചിട്ടാണ് എൻ്റെ മോർണിംഗ് ഒരു റുട്ടീൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു വേലാണ്. അപ്പൊ ഇത് ഞാൻ ഈ ലാസ്റ്റ് ചെയ്ത ആ ഒരു 30 ഡേ ചാലഞ്ചിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹാബിറ്റാണ്. അപ്പൊ ഈ ഒരു അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഒരു 30 ഡേ കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു ചാലഞ്ചിൽ ഇപ്പൊ ഞാൻ ഒരു 30 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൊണ്ടുവന്ന ചേഞ്ചസിൽ നമ്മളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന ചേഞ്ചസും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു ചെറിയൊരു 1% ഒരു ബെറ്റർ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം. അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അപ്രീസിയേഷൻ കൊടുക്കണം. അത് നമ്മളുടെ ബ്രെയിനിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞ പോലെ ഒരു ഡോപ്പമിൻ ഹിറ്റിലേക്കൊക്കെ അത് എത്തിക്കും. ഈ ഡോപ്പമിൻസ് ആണ് നമ്മളെ കൂടുതലും മൈൻഡ് സെറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ ഇനിയും ചെയ്യണം എന്നുള്ളൊരു ഒരു ഫീൽ കൊണ്ടുവരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്രീസിയേഷൻ ഇതിൽ മസ്റ്റാണ്. ഇപ്പൊ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ടത്തെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഒരു ദിവസം കഴിയുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം തുടങ്ങുന്നു, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വർക്കാണെങ്കിൽ വർക്ക്, ക്ലാസ്, അങ്ങനെ ഒരു പ്രത്യേകിച്ച് റുട്ടീനും കാര്യങ്ങളൊന്നുമില്ല. സാധാ ഒരു നോർമൽ ഡേ പോലെ അങ്ങനെ പോകും. പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ 3:45 ഞാൻ എനിക്ക് പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ചു കഴിഞ്ഞു. പിന്നെ രാവിലെ വന്നു. ഇപ്പൊ ഈ വീഡിയോക്കുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി. പിന്നെ അതുപോലെ അതിനെക്കുറിച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് പഠിച്ചു. പിന്നെ ഞാൻ ഇത് ലൈഫിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ലാസ്റ്റ് ഇയർ ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഐഡിയാസ് ഉണ്ട് ഇതെന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചു. പിന്നെ അതുപോലെ ഇപ്പൊ ഞാൻ ഈ ഒരു 5:30-6 മണി ആ ഒരു സമയത്ത് ഞാനിപ്പോൾ ഈ ഒരു യൂട്യൂബിന് വേണ്ടിയിട്ട് വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാനൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. ഒരു ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു അടുത്ത വർഷം ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നൊന്നും ഞാൻ ഇന്നവരെ എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ജേർണി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതായിട്ടൊന്നും അല്ല. സത്യം പറഞ്ഞാൽ കുറേയൊക്കെ നമുക്കും റിസൾട്ട് ഇല്ലാണ്ട് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് ലോ ആയിട്ട് വരും. പലപ്പോഴും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തന്നെ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണം എന്നൊക്കെയുണ്ടെങ്കിൽ, അപ്പൊ ചെറിയ കാര്യങ്ങളെങ്കിലും നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊണ്ടുവരാം. അല്ലാതും പെർഫെക്റ്റ് ആയിട്ടൊന്നും വേണമെന്നില്ല. ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലും ചെയ്തിടാം. എന്നിട്ട് പതുക്കെ അത് പ്രോഗ്രസ് ചെയ്ത് പതുക്കെ അതിൽ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ നോക്കാം. ഒരിക്കലും നിങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നടക്കില്ല. ഇപ്പൊ യൂട്യൂബിന്റെ കേസ് ആണെങ്കിൽ പല സമയത്തും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് നന്നായിരിക്കണം എന്ന് ചിന്തിച്ചിട്ട് കുറെ അങ്ങനെ ടൈമിലാഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു റിസൾട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ സമയം പോയി എന്നല്ലാണ്ട് വേറൊരു റിസൾട്ടും അതിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പെർഫെക്ഷൻ ആയിട്ട് ചെയ്യാണ്ട്, അല്ലെങ്കിൽ അത് അടിപൊളിയാവണം, അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ചിന്ത മാറ്റി ജസ്റ്റ് ഒരു പ്രോഗ്രസ് എങ്കിലും കൊണ്ടുവരാം. ഈ സെൽഫ് ഇംപ്രൂവ്മെന്റിൽ മെയിൻ ആയിട്ട് നമ്മളിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പൊ റീഡിങ്, അല്ലെങ്കിൽ പുതിയൊരു സ്കില്ല് ലേൺ ചെയ്യുക, ഇതൊക്കെ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യണം.
റീഡ് ചെയ്യാന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു 5 ബുക്ക് അല്ലെങ്കിൽ ഒരു 2 ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതൊന്നുമല്ല. ഇതെന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്. നമ്മൾ ഇന്ന് അല്ലെങ്കിൽ നാളെ ഇരുന്ന് നമ്മൾ ഒരു 5 പേജ് അല്ലെങ്കിൽ 10 പേജ് 20 പേജ് വായിക്കുന്നു, യാതൊരു ഉറപ്പുണ്ടാവില്ല. അല്ലെങ്കിൽ അതൊരു 5 ദിവസം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അത്രയും നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം നമ്മൾ ഒരു പക്ഷെ വായിച്ച് അത് കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ആ ബുക്ക് തൊട്ടുന്ന് വരില്ല. അപ്പൊ അത് ഈ ഒരു ജേർണിയിൽ അത് പറഞ്ഞിട്ടുള്ളതാ. ഇപ്പൊ ഒരു റീഡിങ്ങിന്റെ കേസ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നതാ. എന്ന് വെച്ചിട്ട് ഇത് കംപ്ലീറ്റ്ലി നിർത്താനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പറ്റുന്ന സമയത്തൊക്കെ ഇപ്പോൾ റീഡിങ് ഒരു ബുക്ക് വായിക്കുന്നുണ്ടെങ്കിൽ പറ്റുന്ന സമയത്തൊക്കെ വായിക്കുക. അത് ഒരുപാട് നമുക്ക് ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടിരിക്കുക. സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒരുപാടുണ്ട്. ഇപ്പൊ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ചീപ്പാണ് ഇവിടുത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കുക. പക്ഷെ ഒരു 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തീരെ വായിക്കണില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ചെക്ക് ചെയ്തിട്ട് നമ്മൾ തോന്നുകയാണ് ഇപ്പം നമ്മൾ അല്ലെങ്കിൽ ഒരു 5 പേജ് അല്ലെങ്കിൽ 10 പേജ് നമുക്ക് വായിക്കാൻ പറ്റില്ല, അപ്പം അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ അതുപോലെ തന്നെ പുതിയ സ്കിൽസ് പഠിക്കുക. സ്കിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊരു സ്കില്ലായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. അതായത് ഫിനാൻഷ്യലി നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഒരു സ്കില്ല് നമ്മളെപ്പോഴും പഠിക്കുക. അപ്പം ഈ ഒരു പഠിക്കുന്ന സ്റ്റേജിലൊന്നും നമുക്ക് ചിലപ്പോൾ അതിൽ നിന്ന് ഒരു മോണിറ്ററി അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമുക്കൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അത് കഴിഞ്ഞ് ഒരു പക്ഷേ ഒരു പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരും. അപ്പോൾ എപ്പോഴും ഒരു പുതിയൊരു സ്കില്ല് പഠിക്കുന്നത് എപ്പോഴും നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഫിറ്റ്നസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് അല്ലെങ്കിൽ ജിമ്മ് ഇതൊക്കെ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇതുവരെ ജിമ്മിനൊന്നും പോയിട്ടില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ജിമ്മിന് സ്റ്റാർട്ട് ചെയ്ത മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ എടുക്കുക. ആദ്യം തന്നെ പോയി ഇപ്പോൾ എന്താ പറയുക എല്ലാ വർക്കൗട്ടും ചെയ്യാനല്ല, പക്ഷെ വർക്കൗട്ടുകൾ പഠിക്കുക, അതിന്റെ ഫോംസ് എങ്ങനെയാണ് പഠിക്കുക, മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഫോംസ് പഠിക്കുക. പല വർക്കൗട്ടിനും പല ഫോംസ് ആണ്. ഇപ്പോൾ ആര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയാം, ഫോംസ് പഠിക്കാൻ ഇപ്പം അത്ര ബുദ്ധിമുട്ടെന്ന് പറയാനൊന്നുമില്ല. ഇപ്പം യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫോംസ് പഠിക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ നമ്മൾ എത്രത്തോളം അതിനെ എഫേർട്ട് ഇടുന്നുണ്ട്, എത്രത്തോളം നമ്മൾ അതിനെ പ്രോപ്പറായി നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പം പലരും പല ഫോമിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അത് പ്രോപ്പറാക്കി കൊണ്ടുവരാം. ഫസ്റ്റ് സ്റ്റേജിൽ എപ്പോഴും ഫോംസ്, വെയിറ്റിനെ നിങ്ങൾ അധികം ഫോക്കസ് ചെയ്യാണ്ട് ഫോംസിനെ ഫോക്കസ് ചെയ്യുക. അതായിരിക്കും ഞാൻ എപ്പോഴും ഫിറ്റ്നസിന്റെ കാര്യത്തിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ ഫുഡ് മെയിനായിട്ട് ഇപ്പോൾ ബൾക്ക് ചെയ്യേണ്ടവരാണെങ്കിൽ ഫുഡിനെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ എടുക്കുക. അതായത് ഫുഡിൽ നിന്ന് എപ്പോഴും പ്രോട്ടീൻസ് എടുക്കാൻ നോക്കുക. മീറ്റ്, ചിക്കൻ, പിന്നെ അതുപോലെ ബീഫ്, ഇത് മീറ്റ്സ് കൂടുതലും ഫോക്കസ് ചെയ്യുക. മാക്സിമം ക്ലീൻ ആയിട്ടുള്ള ഫുഡ്, അതായത് മീറ്റിൽ നിന്ന് കൂടുതലും പ്രോട്ടീൻസ് ഒക്കെ കിട്ടുന്ന ഈ രീതിയിലുള്ള ഫുഡ്, പിന്നെ കാർബ്സ് ഇതെല്ലാം എടുത്ത് ബൾക്ക് ചെയ്യേണ്ടവരാണെങ്കിൽ അങ്ങനെ, എല്ലാം കട്ട് ചെയ്യേണ്ടവരാണെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റ് ലോസിലാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫുഡും കാര്യങ്ങളും നോക്കി കാലറീസ് മാത്രം നോക്കാണ്ട് നിങ്ങളുടെ ഡയറ്റിന് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പിന്നെ അതുപോലെ വർക്കൗട്ട്, പിന്നെ ഈ ഫോംസ് ഇതെല്ലാം ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതെല്ലാം ഓരോ സ്റ്റേജസ് ആണ്. അല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പതുക്കെ അതിനെ ഇമ്പ്രൂവ് ചെയ്ത് ഇപ്പോൾ ഫുഡിനെ ഒരു ദിവസം നമുക്ക് ഇന്ന് തന്നെ ഇരുന്ന് നമുക്ക് എല്ലാതും ക്ലീൻ ആക്കി അല്ലെങ്കിൽ എല്ലാം നമുക്ക് മീറ്റ് അല്ലെങ്കിൽ എല്ലാം നമ്മളുടെ റോ ഫുഡ്സിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പലർക്കും പറ്റില്ല. കാരണം ഇപ്പൊ നമ്മൾ വാങ്ങിച്ചു വെച്ചുള്ള സാധനങ്ങൾ വേസ്റ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമ്മളിപ്പോൾ ഒരു പർച്ചേസിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും കൂടുതൽ ഈ ക്ലീൻ ഫുഡ്സിലേക്ക് വരാൻ പതുക്കെ മാറ്റി കൊണ്ടുവരാൻ നോക്കാം. പിന്നെ ഇനി ദീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലരും, അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു പക്ഷെ എന്താ പറയാ, ദീനിനെ അല്ലെങ്കിൽ നിസ്കാരം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മര്യാദക്ക് ഫോക്കസ് ചെയ്യാണ്ട് ഒരുപാട് കാലങ്ങൾ പോയിട്ടുണ്ട്. ഇനി അത് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നോട് തന്നെ എനിക്കൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പ്രോപ്പറായിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും കറക്റ്റ് സമയത്ത് നിസ്കരിക്കണം. ഇതൊക്കെ ഞാൻ എൻ്റെ ഈ ഒരു ജേർണിയിൽ വെച്ചിട്ടുള്ള എൻ്റെ ഒരുപാട് ഗോൾസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു നെക്സ്റ്റ് 30 ഡേ ചാലഞ്ചസിലും ഈ പറഞ്ഞ പോലെ എൻ്റെ നിസ്കാരത്തിനെ ട്രാക്ക് ചെയ്യും. പിന്നെ അതുപോലെ ഖുർആൻ ഓതുന്നത് ഇതെല്ലാതും ഞാൻ നോക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ ഇപ്പം നിങ്ങളും പല സ്റ്റേജിലായിരിക്കും. അതായത് ഒരു പക്ഷേ ചിലവർ പ്രോപ്പറായിട്ട് എല്ലാ നിസ്കാരങ്ങളും ഉണ്ടാവും, ചിലവർക്ക് നിസ്കാരങ്ങൾ തീരെ ഇല്ലാത്തവരുണ്ടാവും. ഇല്ലാത്തവരാണെങ്കിൽ പതുക്കെ ബിൽഡ് ചെയ്ത് പല നിസ്കാരങ്ങളിലും കറക്റ്റ് സമയത്ത് നിസ്കരിക്കാൻ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഖുർആൻ ഓതാ, പറ്റുന്ന സമയത്തൊക്കെ ഓതാ. പലരും മ്യൂസിക്സ് ഒക്കെ ഒരുപാട് കേൾക്കുന്നവരുണ്ടാവും. അതൊക്കെ പതുക്കെ കട്ട് ചെയ്ത് പതുക്കെ ഖുർആനിലേക്കൊക്കെ കേൾക്കാനുള്ള ഒരു മെന്റാലിറ്റി കൊണ്ട് അതൊരു മൈൻഡ് സെറ്റാണ്. ഈ മ്യൂസിക്സ് കട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ പതുക്കെ കട്ട് ചെയ്യാം.
അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു ജേർണിയിൽ ഞാൻ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ കൈസൻ എന്നെ ഒരുപാട് ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പുതിയ ഹാബിറ്റ്സ് ഉണ്ടാക്കാനും പഴയ പല ഹാബിറ്റ്സ് കട്ട് ചെയ്യാനും ഒരുപാട് എന്നെ ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നെക്സ്റ്റ് 30 ഡേയ്സിലും ഇതേ പാറ്റേണിൽ ഞാൻ എന്തായാലും പുതിയ ഹാബിറ്റ്സ്, അല്ലെങ്കിൽ എനിക്ക് ഒന്നും കൂടി കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഞാൻ മെയിൻ ആയിട്ട് ഒരു പുതിയൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നെക്സ്റ്റ് ഒരു 30 ഡേ ചാലഞ്ച് എന്നുള്ള രീതിയിൽ ഞാനിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് ചാലഞ്ചസ്, അല്ലെങ്കിൽ 75 ഹാർഡ്, അല്ലെങ്കിൽ ഒരു 30 ഡേ ചാലഞ്ച്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് ഹാബിറ്റ്സ് ആണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം.